മനാഫ് ഒരു കാരണവശാലും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് വെച്ച് ഒരു കാരണവശാലും ചെയ്തല്ല. അതിന്റെ ഒരു പ്രേരണ ഞാൻ കൂടിയാണ്. അത് കുറച്ചുകൂടെ വൈഡായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പബ്ലിസിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണക്കാരൻ ഞാൻ കൂടെയാണ്. കാരണം വീണ്ടും പറയാണ്, അത് തുറന്നു നോക്കിയാൽ ഞാനും മനാഫ്കയും തമ്മിലുള്ള ഇന്റർവ്യൂസ് ആയിരിക്കും കുറെ കാണുണ്ടാവാം. അതിൽ നിന്ന് അദ്ദേഹം പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണ്, പണം വരാത്ത ചാനലാണ്. അതിൽ നിന്ന് വരുമാനം 10 പൈസ പോലും വരുന്നില്ല. അത് മാക്സിമം ഡെവലപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ഞാനും കൂടെ ആഗ്രഹിച്ചിരുന്നു. മനാഫ് പറഞ്ഞ വാക്കെന്താ? എന്നെ വിശ്വസിച്ചാണ് എന്റെ കമ്പനിയിൽ ജോലി കയറിയത് അല്ലെ? ആ ജോലി കയറുമ്പോ അവൻ എവിടെ ഉണ്ടെങ്കിലും അവനക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്താ? എന്നെ തിരിച്ച് എന്റെ അമ്മയുടെയും എന്റെ കുടുംബത്തിന്റെ മുന്നിൽ എത്തിക്കോ എന്നുള്ളതാണ്. എല്ലാ മുതലാളിമാരും അങ്ങനെയല്ലേ വേണ്ടത്. അർജുൻ വിഷയം വീട്ടുകാരുടെ സ്വന്തം പ്രശ്നത്തിൽ വന്നതല്ല, ഇത് ജനങ്ങൾ ഏറ്റെടുത്തതാണ്, ഡ്രൈവർമാർ ഏറ്റെടുത്താണ്, കേരളത്തിലെ നല്ല മനസ്സുള്ള ആളുകൾ ഏറ്റെടുത്താണ് അല്ലെ, മലയാളികൾ ഏറ്റെടുത്താണ്. അതുപോലെ ഇന്ത്യക്കാർ മൊത്തം അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ അർജുനെ കുറിച്ച് മിണ്ടരുതെന്നോ അല്ലെങ്കിൽ അർജുനെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറയാനുള്ള എന്ത് അധികാരമോ ഈ വീട്ടുകാർക്കുള്ളത്? അർജുനെ കുറിച്ച് ലോകാവസാനം വരെ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അർജുനെ പോലെ ഒരാൾക്കും ഒരു ഗതി വരരുത്. എന്റെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ലോറി ഡ്രൈവർമാർ, ഞാൻ പല സമയത്തും സംസാരിക്കാറുണ്ട്. പക്ഷെ എന്റെ വിഷമം അത് ചില സമയത്ത് ഞാൻ ചാനലിലൂടെ വെളിപ്പെടുത്താറുണ്ട്. നിങ്ങളൊക്കെ ഒരാളായിട്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നെഞ്ചിലേറ്റുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന വിഷയമാണ് അർജുൻ്റേത്. കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ചില ആരോപണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അതിലൊന്നാണ് യൂട്യൂബിലൂടെ മനാഫ് പണം ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണം. ഇതിനെക്കുറിച്ച് അൽബാബിന് എന്താ പറയുന്നത്? യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത്, തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുമാനം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രേക്ഷകരോട് പറയുന്നത് അതിൽ കുറെ വീഡിയോസ് എന്റെയും മനാഫ്കന്റെയും വീഡിയോ ആണ്. ഞാൻ ശരിക്കും അത് എന്താണ് ഇത് കുറച്ചുകൂടെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയും ഈ വിഷയത്തെക്കുറിച്ച്. കാര്യം യൂട്യൂബ് ചാനൽ മനാഫ് വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാനം ഇല്ലാത്ത ചാനലാണ്. ആ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം, ഒരു ദിവസം രാത്രി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വേറെ ഒരു വിഷയവുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഷിരൂരിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചാനലുകാരൊക്കെ പോയി. മനാഫിനെ അറിയുന്ന ആളോട് മനാഫിനോട് ചോദിക്കാം ഇത്. അദ്ദേഹത്തിന്റെ വോയിസുകൾ പുറത്തുവിടാൻ കഴിയാത്ത സംഭവമുണ്ട്. അപ്പം ഞങ്ങൾ എങ്ങനെ ഇരിക്കുക, അത് വോയിസിന്റെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മില്ലിൽ. അപ്പോൾ ഞാൻ ഷിരൂരിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ യൂട്യൂബ് ചാനൽ അന്ന് 239 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. 1000 താഴെയായിരുന്നു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് നമുക്ക് വളർത്തിയെടുക്കാം, ഈ യൂട്യൂബ് ചാനൽ നമുക്ക് വളർത്തിയെടുക്കണം. നിങ്ങൾ ഈ അർജുന് വേണ്ടി വാദിച്ച പോലെ അതേപോലെ എല്ലാവർക്കും വേണ്ടി വാദിക്കണം, ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി വാദിക്കണം, നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി വാദിക്കണം, അത് നമുക്ക് വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ ഒരുപാട് വീഡിയോ ആണ് അതിൽ കിടപ്പുള്ളത്. ഈ മനാഫിന്റെ ചാനൽ തുറന്നു നോക്കിയാൽ ആദ്യം കാണുന്ന വീഡിയോ എന്റേതാണ്. അദ്ദേഹം ഒരിക്കൽ പോലും ഇതിന്ന് പണം ലക്ഷ്യമിട്ടതല്ല. ഇത് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാൻ കഴിയും. അതിൽ ഒരുപാട് വീഡിയോ എന്റേതാണ്. ഒരുപാട് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് ഇത് കൂടെ ചെയ്യ് എന്ന് പറഞ്ഞതാണ്. കാര്യം ഞാൻ ലോറി ഡ്രൈവർമാരുടെ വിഷയത്തിൽ വളരെയധികം ശബ്ദിക്കുന്ന ആളാണ് മനീഷ അല്ലെ. എനിക്ക് ലോറി ഡ്രൈവർമാരെ പക്ക സപ്പോർട്ട് ഉണ്ട്. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ സംസാരിക്കും. ലോറി ഡ്രൈവർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ സംസാരിക്കും. പ്രേക്ഷകരോട് പറയാനുള്ളത്, മനാഫ് ഒരു കാരണവശാലും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് വെച്ച് ഒരു കാരണവശാലും ചെയ്തല്ല. അതിന്റെ ഒരു പ്രേരണ ഞാൻ കൂടിയാണ്. അത് കുറച്ചുകൂടെ വൈഡായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പബ്ലിസിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണക്കാരൻ ഞാൻ കൂടെയാണ്. കാരണം വീണ്ടും പറയാണ്, അത് തുറന്നു നോക്കിയാൽ ഞാനും മനാഫ്കയും തമ്മിലുള്ള ഇന്റർവ്യൂസ് ആയിരിക്കും കുറെ കാണുണ്ടാവാം. ഇത് ജനങ്ങളോട് പറയേണ്ട വിഷയം. അതിൽ നിന്ന് അദ്ദേഹം പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണ്, പണം വരാത്ത ചാനലാണ്. ഞാനത് ആദ്യം കാണുമ്പോൾ 230, 500, 400 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഷിരൂര് പോയി ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന് ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഈ മനാഫിനെ കുറ്റപ്പെടുത്തുമ്പോൾ, ഈ പത്രസമ്മേളനം വെച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു തീരാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യമേ ഇല്ല. ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ?
അതിലൂടെ ഈ കുടുംബത്തെ കുറിച്ച് വളരെ മോശമായ സംഭവം സംസാരിക്കുകയാണെങ്കിൽ, വൾഗറായിട്ടുള്ള സംഭവം സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ. അർജുന്റെ വിഷയമല്ലേ സംസാരിച്ചേ മനീഷ, അല്ലേ? അർജുന്റെ വിഷയം സംസാരിക്കരുത്. ഇപ്പോ അർജുന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട്. മനീഷ എന്ന് പേരുള്ള ഒരാളുടെ പേരിടരുതെന്ന് പറയാൻ എന്ത് അധികാരമുള്ളത്, എന്ത് അവകാശമുള്ള ഒരാൾക്ക്? ഇല്ല. മനീഷ എന്ന് വേണമെങ്കിൽ എനിക്ക് നാളെ എന്റെ വണ്ടിക്ക് വേണം മനീഷ എന്ന് പേരിടാം. മനീഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാ, ശരിയല്ലേ? ആണോ? അതിൽ രണ്ട് ആരോപണം. ഞാനിപ്പോ ഈ ജനങ്ങളുടെ മുന്നിൽ പറയുന്ന ഒന്ന് യൂട്യൂബ് ചാനലിന്റെ കാര്യമാണ്. അതിൽ നിന്ന് വരുമാനം 10 പൈസ പോലും വരുന്നില്ല. അത് മാക്സിമം ഡെവലപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ഞാനും കൂടെ ആഗ്രഹിച്ചിരുന്നു. കാര്യം അദ്ദേഹം ഒരുപാട് സംസാരിച്ചാണ്. ശരിക്കും ഒരു ലോറി ഡ്രൈവർ, ഒരു സാധാരണ പണിക്കാരൻ അല്ലേ? സാധാരണ പണിക്കാരനല്ല അദ്ദേഹം, അല്ലേ? മനീഷ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ എങ്ങനെയാ ചിന്തിക്കാന്ന് മനീഷയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ലേ? മനാഫിന്റെ വൈബ് അതേ ഒരു ചിന്തയല്ലേ? നമ്മളെ കൂടപ്പറപ്പുകൾക്ക്, കൂടെയുള്ള ആളുകളെ രക്ഷിക്കണം, അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളെ. മനാഫ് പറഞ്ഞ വാക്കെന്താ? എന്നെ വിശ്വസിച്ചാണ് എന്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയത്, അല്ലേ? ആ ജോലി കയറുമ്പോ അവൻ എവിടെ ഉണ്ടെങ്കിലും അവനക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്താ? എന്നെ തിരിച്ച് എന്റെ അമ്മയുടെയും എന്റെ കുടുംബത്തിന്റെ മുന്നിൽ എത്തിക്കോ എന്നുള്ളതാണ്. എല്ലാ മുതലാളിമാരും അങ്ങനെയല്ലേ വേണ്ടത്, അല്ലേ? അതിലെന്ത് തെറ്റാ ജനം കാണാനുള്ളത്? അതിലെന്ത് തെറ്റാ ജനം കാണാനുള്ളത്? ഉണ്ടോ? മനാഫിന്റെ ഇപ്പോ അതില് വേറെ എടുത്തു പറയുന്നത് ഇവരെ കുടുംബത്തെ വലിച്ചഴച്ചു എന്നുള്ളതാണ്. കുടുംബത്തെ വലിച്ചഴക്കരുത്. ഇവിടെ വിഷയം അർജുനാണ്. അർജുൻ എന്നുള്ള വിഷയമാണ് ഇവിടെ ഉള്ളത്. മനാഫിന്റെ വിഷയമല്ല ഇവിടെ ഉള്ളത്, അർജുനാണ് ഇവിടെ വിഷയം. ഈ അർജുന്റെ പേരിടാതിരിക്കാനോ, അല്ലെങ്കിൽ അർജുന്റെ ഒരു പ്രോഗ്രാമും ചെയ്യരുതെന്നോ, അർജുനെ സംസാരിക്കരുതെന്നോ പറയാനുള്ള യാതൊരുവിധ അവകാശവും ഈ വീട്ടുകാർക്കില്ല. കാര്യം ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം, അർജുൻ വിഷയം വീട്ടുകാരുടെ സ്വന്തം പ്രശ്നത്തിൽ വന്നതല്ല. ഇത് ജനങ്ങൾ ഏറ്റെടുത്തതാണ്, ഡ്രൈവർമാർ ഏറ്റെടുത്താണ്, കേരളത്തിലെ നല്ല മനസ്സുള്ള ആളുകൾ ഏറ്റെടുത്താണ്, അല്ലേ? മലയാളികൾ ഏറ്റെടുത്താണ്. അതുപോലെ ഇന്ത്യക്കാർ മൊത്തം അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ അർജുനെ കുറിച്ച് മിണ്ടരുതെന്നോ, അല്ലെങ്കിൽ അർജുനെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറയാനുള്ള എന്ത് അധികാരമോ ഈ വീട്ടുകാർക്കുള്ളത്? നന്ദികേടല്ലേ അത്, അല്ലേ? ജനങ്ങളോട് ചെയ്യുന്ന നന്ദികേടല്ലേ? ആണോ? അല്ലാന്ന് മനുഷ്യന് തോന്നുന്നുണ്ടോ? ഒരിക്കലും. എന്നെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഞാനാണ് വിഷയം, ബാബുവാണ് വിഷയം. ആ ബാബു എന്ന ബിന്ദുവിൽ നിന്നേ സംസാരിക്കാൻ കഴിയും എനിക്ക്. അർജുനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു രീതിയിൽ വരുമ്പോ അർജുനെ കുറിച്ച് ലോകാവസാനം വരെ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അർജുനെ പോലെ ഒരാൾക്കും ഒരു ഗതി വരരുത്. എന്റെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ലോറി ഡ്രൈവർമാര്, ഞാൻ പല സമയത്തും സംസാരിക്കാറുണ്ട്. പക്ഷെ എന്റെ വിഷമം അത് ചില സമയത്ത് ഞാൻ ചാനലിലൂടെ വെളിപ്പെടുത്താറുണ്ട്. നിങ്ങൾ ഒരാളായിട്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നെഞ്ചിലേറ്റുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ സംസാരിക്കേണ്ടി വരും, പ്രതികരിക്കേണ്ടി വരും. സാധാരണക്കാരന് പ്രതികരിക്കാനുള്ള ശേഷിയില്ല, ആ ലെവലിലേക്ക് സംസാരിക്കേണ്ടി വരും. ശരിപ്പം അർജുനെ കുറിച്ച് സംസാരിച്ചേ തീരൂ. അർജുനെ കുറിച്ച് ലോകാവസാനം വരെ സംസാരിക്കണം എന്നാ പറയുന്നത്. അത് ജനങ്ങളോട് പറയാനോ മനാഫിനോട് സംസാരിക്കരുതെന്ന് പറയാനോ യാതൊരുവിധ അധികാരമില്ല ഈ കുടുംബത്തിന്. ഞാൻ കുടുംബത്തെ മോശമായി ചിത്രീകരിക്കില്ല, വളരെയധികം വിഷമത്തിലിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് അർജുനെ ശരിക്കും തിരിച്ചു കിട്ടിയത് ജനങ്ങളും ഒരുപാട് ആളുകൾ, കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ അർജുനെ കിട്ടത്തില്ല. അതർ സംസ്ഥാനം, നമ്മുടെ കേരള സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങൾ യോജിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് ഒരുപാട് പോയില്ലേ, കോടതിയിൽ പോയില്ലേ തെരച്ചിൽ നടത്തണം എന്ന് പറഞ്ഞ്. അതിനപ്പുറത്തേക്ക് എന്ത് വിഷമമാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്? എത്ര ദിവസമായിട്ട് തെരച്ചിലിന് വൈകിപ്പിച്ചു, എത്ര ദിവസം കോടതി ഉത്തരവിന് വേണ്ടി വന്നു, എത്ര നാടകങ്ങൾ കളിച്ചു. നമുക്ക് ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അയാളെ തിരിച്ചു കിട്ടുക എന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം, അല്ലേ? അത് തിരിച്ചു കിട്ടുന്ന രീതിയല്ലേ? ഈ ആരോപണങ്ങളൊക്കെ ശരിക്കും എനിക്ക് പറയാനുള്ളത് ഈ തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് സംസാരിക്കണമായിരുന്നു അർജുന്റെ കുടുംബം എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മളതിൽ കൂടുതൽ ഈ കുടുംബത്തെ വേദനിപ്പിക്കുന്ന സംഭവമേ അല്ല ചെയ്യുന്നത്. അർജുന്റെ വിഷയം വീണ്ടും ഞാൻ പറയാണ്, അർജുന്റെ വിഷയം ജനങ്ങളുടെ പ്രശ്നമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ്. അവരിൽ ജനങ്ങളുടെ ഒരാള് അവരുടെ അനിയനായി അല്ലെങ്കിൽ ഏട്ടനായി കണ്ടുകൊണ്ടാ, അല്ലെങ്കിൽ ബ്രദറായി കണ്ടുകൊണ്ടാ ഈ രീതിയിലേക്ക് ഇത്രയെങ്കിലും അർജുന് ലാസ്റ്റ് ടൈമിൽ കിട്ടിപ്പോകുന്നത്. കുടുംബം വിചാരിക്കുന്ന പോലെ ഒരു കാരണവശാലും ഒരു രീതിയിലേക്ക്, ഒറ്റ രീതിയിലേക്ക് ഇപ്പൊ നാളെ അങ്ങ് പറഞ്ഞ് മറ്റന്നാൾ അങ്ങ് പാസ്സാക്കി എടുക്കുന്ന രീതിയല്ല ഇത്. കുടുംബത്തിലെ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും അർജുന്റെ കുടുംബത്തിന്റെ വിഷമങ്ങൾ നമ്മൾ പങ്കുചേരുന്നു. വളരെയധികം വിഷമം ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്.
എന്തായാലും ഇന്നലത്തെ ആ യൂട്യൂബ് ചാനലിനെതിരെ സംസാരിച്ചുകൊണ്ട് ശരിക്കും 200K മുകളിലായിട്ടുണ്ട്. അതെന്തായാലും എന്ത് ഉദ്ദേശിച്ചാണ് അവർ വേണ്ട എന്ന് പറഞ്ഞത്, അത് വന്നു എന്നുള്ളതാണ്. ഈ ചാനലിനെതിരെ സംസാരിച്ചപ്പോൾ ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. ഈ സാധനം മില്യൻ ആക്കണം എന്നുള്ളത് നടന്നോ? എന്റെ വലിയ ആഗ്രഹമായിരുന്നു ശരിക്കും മനാഫ് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാളാവണം എന്നുള്ളത്. ആ യൂട്യൂബ് ചാനലിൽ വീണ്ടും എടുത്തു പറയാണ്, ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ട് കൊടുക്കുക എന്താ അറിയോ, കൂടുതലായിട്ട് അത് ആളുകളിൽ എത്തട്ടെ, ആളുകൾക്ക് നീതി കിട്ടട്ടെ, ലോറി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നീതി കിട്ടട്ടെ, അവൻ സംസാരിക്കണം, മനാഫ് സംസാരിക്കണം എന്ന് വെച്ചിട്ടാണ് അത് ചെയ്തത്.